കുട്ടിമഹാഭാരതം കഥകൾ ഭാഗം 3 ഭീഷ്മശപഥം. ഒരു ദിവസം ശന്തനു മഹാരാജാവ് യമുനാനദീതീരത്തുള്ള വനപ്രദേശത്ത് നായാട്ടിനായി പോയി. അപ്പോൾ എവിടെ നിന്നോ പടരുന്ന കസ്തൂരി ഗന്ധം അദ്ദേഹത്തെ ആകർഷിച്ചു. ആ ഗന്ധത്തിന്റെ ഉറവിടം അന്വേഷിച്ചു നടന്ന രാജാവ് യമുനാനദീതീരത്ത് ഒരു കടത്തുവഞ്ചിക്കാരി ആയ സത്യവതിയെ കണ്ടുമുട്ടി. അവളുടെ മേനിയിൽ നിന്നും പരന്ന കസ്തൂരി ഗന്ധത്തിലും അവളുടെ അസുലഭ സൗന്ദര്യത്തിലും ആകർഷിതനായ രാജാവ് അവളെ തന്റെ ഭാര്യയാക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ സത്യവതി പറഞ്ഞു, ദാശമുഖ്യനായ എന്റെ അച്ഛനോട് സമ്മതം ചോദിക്കണം. ഉടൻ തന്നെ ശന്തനു ദാശമുഖ്യനെ സമീപിച്ച് സത്യവതിയെ വിവാഹം ചെയ്യുന്നതിനുള്ള അനുമതി ചോദിച്ചു. അപ്പോൾ ദാശമുഖ്യൻ പറഞ്ഞു, എന്റെ മകളിൽ അങ്ങയ്ക്ക് ഉണ്ടാകുന്ന പുത്രൻ രാജ്യം വാഴാനുള്ള അവകാശം നൽകാൻ അങ്ങ് തയ്യാറാണെങ്കിൽ എനിക്ക് എന്റെ മകളെ അങ്ങയ്ക്കു വിവാഹം കഴിച്ചുതരാൻ സമ്മതമാണ്. ഗംഗാദേവിയിൽ തനിക്കുണ്ടായ പുത്രനായ ദേവവ്രതനെ ഇതിനകം തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. അതിനാൽ മുക്കുവന്റെ വ്യവസ്ഥ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനാവാതെ ധർമ്മസങ്കടത്തിലായ ശന്തനു മഹാരാജാവിന് താത്കാലികമായി മറുപടി പറയാനാകാതെ വേദനയോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. പിതാവിന്റെ മുഖത്ത് പ്രതിഫലിച്ച ദുഃഖത്തിന്റെ കാരണം അറിയാൻ ദേവവ്രതൻ പിതാവിനോട് പലതവണ ചോദിച്ചെങ്കിലും ശന്തനു മറുപടി നൽകാതെ നിശബ്ദനായി. എങ്കിലും ഒരു മുക്കുവ പെണ്ണിനോടുള്ള പിതാവിന്റെ അഭിലാഷമാണ് ഈ ദുഃഖത്തിന് കാരണം എന്നു ദേവവ്രതൻ പിതാവിന്റെ വിശ്വസ്തരായ മന്ത്രിമാരിൽ നിന്നു അറിഞ്ഞു. പിതാവിന്റെ ദുഃഖത്തിന് അവസാനമുണ്ടാക്കണമെന്നുറച്ച ഗംഗാദത്തൻ മന്ത്രിമാരെയും കൂട്ടി യമുനാതീരത്തുള്ള ദാശമുഖ്യന്റെ വീട്ടിലേക്കു പോയി. അവിടെ ദാശമുഖ്യനോട് ചർച്ച നടത്തുകയും തന്റെ മനസ്സ് തുറക്കുകയും ചെയ്തു. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്റെ പിതാവിന് നിങ്ങളുടെ മകളിൽ ഉണ്ടാകുന്ന കുട്ടിക്കു രാജാവാകാനുള്ള അവകാശം നൽകാം. എനിക്ക് ഈ രാജ്യം വേണ്ട, ദേവവ്രതൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദേവവ്രതന്റെ വാക്കുകൾ കേട്ട് ദാശമുഖ്യൻ ആശങ്ക പ്രകടിപ്പിച്ചു. ഹേ യുവരാജൻ, അങ്ങേക്ക് രാജ്യാവകാശം വേണ്ടെന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഭാവിയിൽ അങ്ങ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അങ്ങേക്കും അങ്ങയുടെ സന്തതികൾക്കും എന്റെ പുത്രിയുടെ സന്തതികളുമായി രാജ്യാവകാശത്തിനുവേണ്ടിയുള്ള തർക്കം ഉണ്ടാകാം. അപ്പോൾ എന്റെ മകളുടെ കുട്ടികൾക്കാണ് രാജ്യത്തിന്റെ അവകാശം ലഭിക്കുക എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത്? ഏകദേശം 50ഓളം ഭാഗങ്ങൾ അടങ്ങുന്ന കുട്ടികൾക്കുള്ള മഹാഭാരതം കഥകളാണ് ഇവിടെ ഓരോരോ വീഡിയോകളായി കൊടുക്കുന്നത്. വീഡിയോകൾ മുഴുവൻ കണ്ടുകഴിയുന്ന കുട്ടികൾക്ക് മഹാഭാരതം കഥകൾ പച്ചവെള്ളം പോലെ ഹൃദിസ്ഥമായിരിക്കും. അതുകൊണ്ട് ലൈക്കും ഷെയറും ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സൂക്ഷിക്കുക. ദാശമുഖ്യന്റെ ഈ സംശയം കേട്ട ദേവവ്രതൻ കുറച്ചുനേരം ആലോചിച്ചു. പിതാവിന്റെ അഭിലാഷം പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന്റെ മനസ്സന്താപം ഇല്ലാതാക്കാനും എന്തു വാഗ്ദാനം വേണമെങ്കിലും നൽകാൻ ദേവവ്രതൻ മനസ്സിൽ ഉറച്ചിരുന്നു. ഹേ ദാശമുഖ്യൻ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നിങ്ങളുടെ ആശങ്ക തീരുവാൻ ഞാനിതാ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയാക്കി ശപഥം ചെയ്യുന്നു. ഞാനൊരിക്കലും വിവാഹം കഴിക്കില്ല. ഈ നിമിഷം മുതൽ ഞാൻ നിത്യബ്രഹ്മചാരിയായി ജീവിക്കുന്നതാണ്. ദേവവ്രതന്റെ ഈ വാക്കുകൾ കേട്ട ദാശമുഖ്യൻ അത്ഭുതത്തോടെയും ഹൃദയപൂർവകമായ ആദരവോടെയും അദ്ദേഹത്തെ നോക്കി. ഈ മഹത്വമുള്ള വാക്കുകൾക്ക് സാക്ഷിയായി ആകാശവും ഭൂമിയും പ്രകൃതിയും നിശ്ചലമായി. ഇതേസമയം ദേവവ്രതന്റെ ത്യാഗവും പ്രതിജ്ഞയും കണ്ട ദേവങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ദേവവ്രതൻ എന്ന പേര് അതേ നിമിഷം തന്നെ ഭീഷ്മർ എന്ന് മാറ്റുകയും ചെയ്തു. ഇതു ഭീഷ്മ പ്രതിജ്ഞയായി ചരിത്രത്തിൽ അറിയപ്പെടും, ദേവകൾ പ്രസ്താവിച്ചു. സത്യവതിയുടെ പുത്രന്മാർക്കു രാജ്യാവകാശം ഉറപ്പായെന്ന് മനസ്സിലാക്കിയ ദാശമുഖ്യൻ വലിയ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ തന്റെ മകളായ സത്യവതിയെ ശന്തനു മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. മക്കളെ, നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്തു പറയണേ. കൂടാതെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ. അടുത്ത ഭാഗം അംബിക, അംബാലിക മറക്കാതെ കാണുക.